കൂത്തുപറമ്പ് MLA KP മോഹനന് നേരെ കയ്യേറ്റം. കണ്ണൂർ പെരിങ്ങത്തൂരിൽ വെച്ചാണ് കയ്യേറ്റമുണ്ടായത്. ബിജീഷ് ഗോവിന്ദൻ കൂടുതൽ വിവരങ്ങളായി. ബിജീഷ്, എന്താണ് സംഭവിച്ചത് അവിടെ? പ്രദേശത്ത് മലിനജലം വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ചു നാളുകളായി നാട്ടുകാർ വലിയ തരത്തിലുള്ള പ്രക്ഷോഭം നടത്തി വരികയായിരുന്നു. ഈ പറയുന്ന കരിയാട് എന്ന് പറയുന്ന കൂത്തുപറമ്പ് മണ്ഡലത്തിൽ ഉൾപ്പെട്ടൊരു സ്ഥലമാണ്. അവിടെ അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനായിട്ടാണ് MLA വന്നുകൊണ്ടിരുന്നത്. ഇതിനിടെ നാട്ടുകാരുടെ പ്രതിഷേധം വലിയ തരത്തിൽ ഒരു ജനങ്ങൾ സംഘടിച്ച് അവിടെ എത്തുന്ന തരത്തിലുണ്ടായി. ഇതിനിടെ ഇന്ന് ഈ അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴാണ് MLAക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവും കയ്യേറ്റ ശ്രമവും നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ മലിനജല വിഷയത്തിൽ MLAയുടെ ഭാഗത്തുനിന്ന് അതിന് പ്രശ്നപരിഹാരത്തിന് ഇടപെടലുണ്ടായിട്ടില്ല. അതിനിടയിൽ തന്നെ പ്രദേശത്ത് ഒരു അംഗൻവാടി സ്ഥാപിക്കുന്നു. അംഗൻവാടിയുടെ കിണറിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ മലിനജലം എത്തുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ MLAയുടെ ഭാഗത്തുനിന്ന് ആ പ്രശ്നപരിഹാരത്തിന് ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ MLAക്ക് നേരെയുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. MLA ഈ പ്രതിഷേധക്കാരുടെ ഇടയിലൂടെ അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് കടന്നു പോകുന്നതിനിടെയാണ് പ്രതിഷേധക്കാരിൽ ഒരു വിഭാഗം MLA പിടിച്ചു തള്ളുന്നുണ്ടായത്. സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും ഉൾപ്പെടെ MLA പിടിച്ചു തള്ളി. ഇത് കഴിഞ്ഞ് MLA പ്രതിഷേധക്കാരുടെ ഇടയിൽ നിന്ന് അംഗനവാടി കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുകയും അവിടെ വെച്ച് ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. പിന്നീട് പ്രതിഷേധക്കാരുമായി MLA കയർക്കുകയും ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏതായാലും സംഭവം സംബന്ധിച്ച് പോലീസിൽ പരാതിപ്പെട്ടോ എന്നുള്ള കാര്യത്തിനകത്ത് നമുക്ക് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. പക്ഷെ പോലീസ് ഇതിനകത്ത് ഇടപെടേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. ഈ സ്വകാര്യ ലാബിൽ നിന്ന് ഉള്ള മലിനജലം പ്രദേശത്താകെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ വലിയ തരത്തിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി സമര രംഗത്തുണ്ട്. പക്ഷെ അതിനകത്ത് ജനപ്രതിനിധി എന്നുള്ള രൂപത്തിൽ KP മോഹൻ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുള്ള ആരോപണം. നിഷാദ്. ഓക്കെ, ഇപ്പൊ അവിടുത്തെ കാര്യങ്ങൾ എന്താണ്? ഈ കയ്യേറ്റം ചെയ്ത ആൾക്കെതിരെ പോലീസ് കേസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അതിന്റെ നെക്സ്റ്റ് ഡെവലപ്മെന്റ്സ് എന്താണ് ബിജീഷ്? ഇതിനകത്ത് പോലീസ് ഇതുവരെ ഇടപെട്ടതായിട്ടുള്ള വിവരം ലഭ്യമായിട്ടില്ല. പറയുന്ന പാനൂർ CIനെ ഞാൻ വിളിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഫോൺ ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷെ പോലീസ് ഇടപെട്ടതായിട്ടുള്ള വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. MLA കയ്യേറ്റം ചെയ്തു എന്നുള്ളൊരു കാര്യം നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് MLA ഏത് തരത്തിലാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്നുള്ളതും നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഏതായാലും വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടാകേണ്ടി വരും. മാത്രമല്ല നാട്ടുകാർ ഈ കാലങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന മലിനജല വിഷയത്തിന്റെ അകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടാകേണ്ടതും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാകും ഇതിനകത്തുള്ള നടപടികൾ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടി വരും. നിഷാദ്. KP മോഹനൻ MLAക്കെതിരെ നാട്ടുകാരുടെ കയ്യേറ്റമാണ് കണ്ടത്. അവിടെ ഒരു മലിനജലം ഒഴുക്കലുമായി ബന്ധപ്പെട്ട പ്രതിഷേധം നടക്കുകയായിരുന്നു. ആ പ്രതിഷേധ പരിപാടിയുടെ ഇടയിലൂടെ വന്ന KP മോഹൻ ആ പ്രതിഷേധക്കാരെ കേൾക്കാൻ തയ്യാറാവാതെ സമരത്തിന് ഒരു മുഷ്ടി ചുരുട്ടി അഭിവാദ്യം ചെയ്ത് കടന്നുപോകാൻ ശ്രമിക്കവേ പെട്ടെന്ന് രോഷാകുലരായ നാട്ടുകാർ അദ്ദേഹത്തെ തടഞ്ഞു വെക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്നതാണ് കണ്ടത്. ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാതെ സമരം ചെയ്യുന്ന ആളുകളോട് സംസാരിക്കാതെ പോകാൻ കഴിയില്ല എന്ന നിലപാട് അവർ സ്വീകരിക്കുകയും അതൊരു ബഹളത്തിലും പിടിച്ചുതള്ളിലേക്കും കലാശിക്കുകയും ചെയ്യുന്നതാണ് കണ്ടത്. എന്തായാലും പോലീസ് ഇതുവരെ ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. പ്രശ്നം പരിഹരിക്കാൻ MLA ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന പ്രതിഷേധവും നിരോഷവും കൂടി നാട്ടുകാർക്കുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സമസ്യ